നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് കഞ്ഞിയും പുഴുക്കിനെ കുറിച്ചും ദേശപകർച്ചയെക്കുറിച്ചും പറയാട്ടോ. കഞ്ഞിയും പുഴുക്കിനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, പലരും കഴിച്ചിട്ടുണ്ടായിരിക്കും. ഒരിക്കൽ കഴിച്ചവർക്ക് അതിൻ്റെ രുചി വായി നിന്ന് പോകില്ല, അത്ര ഇഷ്ടമാണ്. പിന്നെയും പിന്നെയും എല്ലാ വർഷവും കഴിക്കാനായിട്ട് വരികയും ചെയ്യും. അത് സാധിക്കാത്തവരുണ്ടായിരിക്കും കേട്ടോ. സാധിക്കാത്തവർക്ക് തീർച്ചയായിട്ടും ഈ വർഷത്തിലോ അല്ലെങ്കിൽ വരുന്ന വർഷങ്ങളിലോ ഒക്കെ വരാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ കഞ്ഞിയും പുഴുക്കിനെ കുറിച്ച് പറയാം. ഈ കഞ്ഞി എന്ന് പറയുന്നത് നല്ല കുത്തരിയുടെ കഞ്ഞിയാണ്. അത് ഈ കവുങ്ങിൻ്റെ പാള കൊണ്ട് തീർത്തിട്ടുള്ള ഒരു പരന്ന ഒരു പ്ലേറ്റ് പോലെ ആക്കിയിട്ടുണ്ടായിരിക്കും. അതിൽ നല്ല ചൂടുള്ള കുത്തിരിക്കഞ്ഞി വിളമ്പിയിട്ട് അതിൽ മുതിരയും ചക്കയും കൊണ്ടുള്ള പുഴുക്കും വിളമ്പി, പിന്നെ ഇലയിലെ ഈ ശർക്കരയും നാളികേരവും പപ്പടമൊക്കെ ഉണ്ടായിരിക്കും. എന്നിട്ട് പ്ലാവില കൊണ്ട് കുമ്പിൾ കുത്തിയിട്ടാണ് ഈ കഞ്ഞി ഇങ്ങനെ കോരി കുടിക്കുക. അതൊരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, കുടിച്ചിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതേ ഉത്സവം 2-ാം ദിവസം മുതലാണ് കൊടുത്തു തുടങ്ങുക. എല്ലാവർക്കും, ഭഗവാനെ കാണാൻ വരുന്ന എല്ലാവർക്കും നല്ല തിരക്കുണ്ടായിരിക്കും ഈ കഞ്ഞി കുടിക്കാനായിട്ട്. പണ്ടൊക്കെ അമ്പലത്തിനുള്ളിലുള്ളവർക്ക്, അതായത് പ്രവർത്തിക്കാർക്ക് മാത്രമേ ഇത് നൽകിയിരുന്നുള്ളൂ. പിന്നീടാണ് നാട്ടുകാർക്കും ഭക്തർക്കും ഒക്കെ നൽകാനായിട്ട് തുടങ്ങിയത് കേട്ടോ. ഇപ്പോഴും അവർക്ക് പകർച്ചയായിട്ട് കിട്ടും. രാവിലത്തെ കഞ്ഞിയും പിന്നെ വൈകിട്ട് ചോറും കാളനും പപ്പടമൊക്കെ ഉണ്ട്. അതൊക്കെ പകർച്ചയായിട്ട് വാങ്ങിക്കൊണ്ടുപോകാനും സാധിക്കും കേട്ടോ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം എന്ന് പറയുന്നത് ഈ 8-ാം വിളക്കിൻ്റെ അന്ന് ഉത്സവബലിയാണ്. ഉത്സവബലി എന്ന് പറയുന്നത് ശ്രീഭൂതബലിയുടെ വിസ്തരിച്ചിട്ടുള്ള ഒരു രൂപമാണ്. അന്ന് ധാരാളമായിട്ടാണ് ഭഗവാൻ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക. ഭഗവാന്റെ ഭൂതഗണങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, ഭഗവാന്റെ സാന്നിധ്യത്തിലാണ് ബലിയൊക്കെ തോന്നുന്നത്. ഭൂതഗണങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും കൊടുക്കും. ദേശത്തിലുള്ള എല്ലാവരും അന്ന് പട്ടിണി കിടക്കരുതെന്നുള്ളത് ഭഗവാന് നല്ല നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ദേശപകർച്ച എന്നാണ് പറയുക. ഗുരുവായൂർ ദേശത്തുള്ള എല്ലാവർക്കും ഭഗവാൻ സമൃദ്ധിയായിട്ട് വിഭവസമൃദ്ധിയായിട്ടുള്ള ഭക്ഷണമാണ് കൊടുക്കുക. രാവിലെ അന്ന് ഒരു വെന്നി എന്ന് പേരുള്ള ഒരു പ്രത്യേക ഒരു വിഭവം കൂടി ഉണ്ട് കേട്ടോ. മത്തനും അതുപോലെ തന്നെ പഴവും ചേനയൊക്കെ ഇട്ടിട്ട് കുറച്ച് മധുരമുള്ള ഒരു കൂട്ടാനാണത്. അതും ഈ ഉത്സവത്തിൻ്റെ 8-ാം വിളക്കിനുള്ള ഒരു പ്രത്യേകതയാണ്. അത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അന്ന് മാത്രമാണ് അത് ഉണ്ടാക്കുകയുള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ അത് ഈ 8-ാം വിളക്കിനാണ് ഉണ്ടായിരിക്കുക. പിന്നെ രാവിലെ മാത്രമല്ല, ഉച്ചയ്ക്ക് ശേഷം ചോറും കാളനും പപ്പടവും പിന്നെ വറുത്തുപ്പേരിയും എരിശ്ശേരിയും പുളിഞ്ചിയും മാങ്ങാക്കറിയും ഒക്കെ ആയിട്ട് വിഭവസമൃദ്ധമായിട്ട് അന്ന് പായസം ഉണ്ടായിരിക്കും. സാധാരണ ദിവസങ്ങളിൽ പായസം ഉണ്ടായിരിക്കില്ല, പക്ഷെ 8-ാം വിളക്കിൻ്റെ അന്ന് പായസം കൂടിയിട്ടുള്ള സദ്യയാണ് ഭഗവാൻ എല്ലാവർക്കും കൊടുക്കുക. അത്രയധികം എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന ഭഗവാനാണ് നമ്മുടെ. ഒന്ന് നോക്കൂ, രാവിലെ ഭഗവാന് പ്രഭാത ഭക്ഷണമുണ്ട്, ഉച്ചയ്ക്ക് പ്രസാദോട്ടുണ്ട്, രാത്രിയിലുണ്ട്. അപ്പം ഭക്ഷണം കഴിച്ചിട്ട് തൊഴുതാൽ മതി. അതായത് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഭഗവാന് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ 8-ാം വിളക്കിനാണ് വളരെ വിപുലമായിട്ട് ദേശപകർച്ച എന്നുള്ള പേരിൽ എല്ലാവർക്കും ഭഗവാൻ ഭക്ഷണം നൽകുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിക്കാനായിട്ട്, ഈ ഉത്സവ കഞ്ഞി കുടിക്കാനായിട്ട് എല്ലാവരും ഗുരുവായൂർക്ക് പോന്നോളൂ കേട്ടോ.